ജീവിതം പരസ്പരം ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ആ കർമ്മത്തിലൂടെ. നിന്റെ ജീവിതം എന്റെ കൈകളിലാണെന്ന് ഭാര്യയ്ക്കും ഭർത്താവിനും തോന്നണം. അതിനു വേണ്ടത് പരസ്പര വിശ്വാസമാണ്, തമ്മിലുള്ള ധാരണയാണ്. ഭാര്യയ്ക്ക് ഭർത്താവിന്റെ ചുമലുകൾ ചാരി നിൽക്കാനുള്ള ചുമരാണെങ്കിൽ ഭർത്താവിന് ഭാര്യ പാദങ്ങൾക്ക് ശക്തി പകരുന്ന ഊന്നുവടിയായിരിക്കണം. പൂമുഖവാതുക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാവുന്നു ഭാര്യ എന്നൊരു പാട്ടില്ലേ, അതൊരു വശം മാത്രമാണ്. ഭാര്യ നറുനിലാവാണെങ്കിൽ ഭർത്താവ് ഇളം വെയിലായിരിക്കണം. അവൾ നിലാവായി തണുപ്പ് പകരുമ്പോൾ അയാൾ വെയിലായി ജീവിക്കാനുള്ള ഊർജം പകർന്നു കൊടുക്കണം. അപ്പോഴാണ് ദാമ്പത്യത്തിന് അർത്ഥമുണ്ടാവുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ആ അർത്ഥമുണ്ടോ? എന്നെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇനി ഉണ്ടാവുമോ? കടന്നു വന്ന വഴികളിലേക്കുള്ള തിരിഞ്ഞുനോട്ടം അർത്ഥശൂന്യമാണ് എന്നാണ് എന്റെ അനുഭവം. വെട്ടിപ്പിടിക്കാനുള്ള ഓട്ടം വെറുതെയാണ്. നന്നായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം, അതിനുവേണ്ടി അധ്വാനിക്കണം. എന്നാൽ മനസ്സിന് തൃപ്തി തരുന്ന ജീവിതം നേടിയെടുക്കാൻ കഴിയില്ല, അത് വന്നു ചേരണം. മാനത്ത് മഴവിൽ വിരിയുന്നത് ആരും പറഞ്ഞിട്ടല്ല, പൂക്കൾ വിരിയുന്നതും ദേശാടന പക്ഷികൾ കൃത്യമായ ഇടവേളകളിൽ കടൽ കടന്നെത്തുന്നതും കലണ്ടർ നോക്കിയിട്ടല്ല. ജീവിതത്തിൽ പൂവിരിയുന്ന പോലെയും പറവകൾ ചിറകടിക്കുന്ന പോലെയും സന്തോഷവും സമാധാനവും സ്വയം വന്നു ചേരണം. അപ്പോഴാണ് അർത്ഥമുണ്ടാവുക. അപ്പോഴേ അർത്ഥമുണ്ടാവൂ. ഏറ്റവും വേണ്ടപ്പെട്ടവരെ ക്ഷണിക്കേണ്ട ആവശ്യമില്ല, സ്വയം അറിഞ്ഞു വരണം അവർ. അതിനാരാ ഏറ്റവും വേണ്ടപ്പെട്ടവര്? ഞാൻ ഉദ്ദേശിച്ചത് എന്റെ സ്ഥാപനത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട കസ്റ്റമർ എന്ന അർത്ഥത്തിലാ. ആണോ? എങ്കിൽ സമാധാനമായി. പത്രത്തിലെ നോട്ടീസ് കണ്ടതുകൊണ്ടൊന്നുമല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിക്കൊന്ന് സോറി പറയണമെന്ന് തോന്നി. സോറിയോ? എന്തിന്? അന്ന് വീട്ടിൽ വന്നപ്പോ തന്ന ഫുഡിന് എരിവൽപ്പം കൂടുതലായിരുന്നു. ഞാൻ അത്രയും ഉദ്ദേശിച്ചിരുന്നില്ല. കണ്ണു നിറഞ്ഞ ഞാൻ കഴിച്ചത്. അയ്യോ, സോറി കേട്ടോ. ഒന്ന് പറ്റിക്കണമെന്ന് മാത്രമേ കരുതിയിരുന്നുള്ളൂ. അത്ര എരിവുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്നോട് ദേഷ്യം തോന്നരുത്. ദേഷ്യം തോന്നിയാലോ? ആ, എന്തൊക്കെ ബിരിയാണികളാണ് ഇന്നിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്? എത്ര വിദഗ്ധമായിട്ടാണ് വിഷയം മാറ്റുന്നത്. വെജിറ്റബിൾ ബിരിയാണി, ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, ബീഫ് ബിരിയാണി. ദേ ഇത് നോക്കിയേ, ഫിഷ് ബിരിയാണി. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഒരു സ്പെഷ്യൽ ഐറ്റം ഇത്. ആരാണ് ഇതിന്റെ നിർമ്മാതാവെന്നറിയോ? ബഹുമാനപ്പെട്ട അരവിന്ദ് രാജ സർ. അല്ലാതാരാ? രുചിയിൽ തന്നെ ആളിന്റെ സിഗ്നേച്ചർ ഉണ്ട്. താങ്ക്സ് പറയുന്നില്ല. അത് നിഖിൽ ഇവിടില്ലേ? അവൻ ഇവിടെ ഇരുന്നാ മതിയോ? ജോലിക്ക് പോകണ്ടേ? വല്ല ഹോട്ടലോ ചായപ്പീടിയോ നടത്തുകയായിരുന്നെങ്കിൽ വെറുതെ വണ്ടി എടുത്ത് കറങ്ങി നടക്കാമായിരുന്നു.
അവൻ നല്ല ഉത്തരവാദിത്തമുള്ള ജോലിയുള്ള ആളാ. നിഖിലിന് നല്ല ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? അവന് കുറെ കൂട്ടുകാരുണ്ട്. എല്ലാം നല്ല പിള്ളേര്. കമ്പനി കൂടലോ കറക്കവോ ഒന്നുമില്ല. എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. വേണമെന്നില്ല. സാരമില്ല, ഞാൻ എടുക്കാം. എനിക്കിപ്പോ ഒന്നും വേണ്ട. ശരി അച്ഛാ. ആ, എന്റെ കൊച്ചുമോനായതുകൊണ്ട് പറയുകയല്ല. മങ്കൊമ്പിൽ കുടുംബത്തിന്റെ ഡീസൻസി വിട്ട് ഒരു പെരുമാറ്റവും നിഖിലിന്റെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല. സൽസ്വഭാവിയായ എന്റെ കൊച്ചുമോൻ സിഗരറ്റ് വലിക്കില്ല, മദ്യം കഴിക്കില്ല, എന്തിന് ബിയർ പോലും കുടിക്കില്ല. കമ്പനി മീറ്റിങ്ങുകളിൽ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ലിക്കറിന്റെ ഗ്ലാസ് ഒക്കെ കൈ വെക്കാറുണ്ട് പലരും. നിഖിലിനെ അതിനും കിട്ടില്ല. അവൻ മങ്കൊമ്പിൽ രാധാകൃഷ്ണൻ ഉണ്ണിത്താന്റെ മോന്റെ മോന. അതറിയാവോ? അത്രയ്ക്ക് ഡിസിപ്ലിനാണ് ഞാൻ അവനെ വളർത്തിയിരിക്കുന്നത്. ആ, നിങ്ങൾക്ക് കേൾക്കണം, ഇപ്പോഴും മീര വാരി കൊടുത്താണ് അവൻ ആഹാരം കഴിക്കുന്നത്. പെണ്ണ് കിട്ടിയെന്നേ ഉള്ളൂ. കുട്ടികളുടെ മനസ്സാ നിഖിലിന്. ആ, അതിന്റെ മൂശേട്ടത്തരം അവൻ തള്ളയോട് കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോ നിഖിലിനെ കുറിച്ച് അറിയാത്തതെന്തെങ്കിലും മീര കേട്ടെന്നിരിക്കട്ടെ, അവള് തകർന്നു പോവും. നിഖിലായിട്ട് ചെയ്യണമെന്നൊന്നുമില്ല. കള്ള് കമ്പനിക്കാരായ വല്ല പാർട്ടിയുടെയും കൂടെ നിഖില് കൂടിയെന്നറിഞ്ഞാ മതി. സഹിക്കില്ല മീരയ്ക്ക്. അത്രയ്ക്ക് ജീവനാ അവക്ക് മോനെ. ഞാനിപ്പോ വന്നത് എന്തിനാണെന്ന് മീരയോട് സൂചിപ്പിക്കാൻ പോലും പറ്റില്ലല്ലോ. ഞങ്ങള് കണ്ടു, പക്ഷേ എല്ലാം കൂടി ശരിക്ക് കേൾക്കാൻ പറ്റിയില്ല. എന്താ നിഖിലെ അരവിന്ദരാജുമായിട്ടുള്ള പ്രശ്നം? അയാൾ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി വെറുതെ ഇടപെടുന്നു. ആ, അത് തന്നെ പുള്ളിയുടെ പ്രശ്നം. ഞാൻ ഊഹിച്ചു. ഞാൻ പറഞ്ഞില്ല നിന്നോട് നിഖിലിന്റെ ഭാഗത്ത് ഒരു തെറ്റും ഉണ്ടാവില്ലെന്ന്. പറഞ്ഞോ? പറഞ്ഞു, നീ കേക്കഞ്ഞിട്ടാ. ദേ നിഖിലെ, അരവിന്ദരാജ വലിയ ഷെഫൊക്കെ തന്നെയാ, സമ്മതിച്ചു. എന്ന് കരുതി ഇത്തിരി വകതിരിവൊക്കെ വേണ്ടായോ? നമ്മുടെ കാര്യങ്ങളിൽ അയാൾക്ക് ഇടപെടേണ്ട വല്ല കാര്യമുണ്ടോ? അയാൾ എവിടെ വേണമെങ്കിലും ഇടപെട്ടോട്ടെ, പക്ഷെ എന്റെ ഫാമിലി വിഷയത്തിൽ കയറി തലയിടണ്ട. ആ, ആവശ്യമുള്ള വിഷയങ്ങളായാലും അങ്ങനെ തലയിടാൻ അയാൾ ആരാ? പക്ഷെ രാജാ സാർ ആള് മാന്യനാണെന്ന പൊതുവെ അഭിപ്രായം. ആ അഭിപ്രായം മാറാനേ ഒരു നിമിഷം മതി. അതിനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കരുത്. ദേ നിഖിലെ, നിന്റെ കല്യാണം കഴിഞ്ഞെന്ന് വെച്ച് നീര ചേച്ചി കാഴ്ചക്ക് ഇപ്പോഴും ചെറുപ്പോ. പിന്നെ നീര ചേച്ചിയുടെ സ്വഭാവ ഗുണത്തെ പറ്റി ഇവിടെ ആർക്കും ഒരു പരാതിയില്ല എന്ന് കരുതി ഒരു അപവാദം ഉണ്ടാവാൻ അധിക സമയമൊന്നും വേണ്ട. നമ്മള് കുറച്ചുപേര് ഡീസന്റ് ആണെന്ന് കരുതി ദേ ഈ ഫ്ലാറ്റിലെ കുറെ അസൂയക്കാരികളും ഉണ്ട്. അവരാണെങ്കിൽ എന്തോ അങ്ങ് പറഞ്ഞ് വരുത്തിക്കളയും. അതിനുള്ള ചാൻസ് നമ്മളായിട്ട് ഉണ്ടാക്കണോ? അതുകൊണ്ട് നിഖിലെ, നീ അരവിന്ദരാജെ പിടിച്ചു നിർത്തി കാര്യം പറഞ്ഞത് എന്തുകൊണ്ട് നന്നായി. ചോദിക്കാനും പറയാനും ആണുങ്ങളില്ലെന്ന് തോന്നിക്കാണും പുള്ളിക്ക്. അതാ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കാൻ ധൈര്യം കാണിക്കുന്നത്. ആണുങ്ങളില്ലെന്നാണ് അയാളുടെ തോന്നലെങ്കിലേ ആ തോന്നൽ ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. അയ്യോ, അതെ, എന്ന് കരുതിയിട്ട് ദേഹോപദ്രവത്തിനൊന്നും നിക്കരുത് കേട്ടോ. ഇന്നത്തെ വാണിംഗ് കൊണ്ട് പുള്ളി അങ്ങ് മാറിക്കോളും. എന്നാ നിഖില് ചെല്ല്. അത്രയും മതി അല്ലേടി? അതോ കുറച്ചുകൂടെ ഡോസ് കൂട്ടണമായിരുന്നോ? ഓ, അരവിന്ദരായ സാറിനാണല്ലോ ആക്സിഡന്റ് പറ്റിയത്. എന്താവോ എന്തോ.
ആ വണ്ടി ഇട്ടോ വണ്ടി ഇട്ടോ. ഒന്ന് വേഗം വിടും, ഒന്ന് പെട്ടെന്ന് ആ വണ്ടിക്ക് പിന്നാലെ ഫോളോ ചെയ്ത് പോയി. ശരി മാഡം. കുറച്ച് സ്പീഡിൽ പോവോ? ശരി മാഡം. മാർക്കറ്റിലേക്ക് പറഞ്ഞ് എങ്ങോട്ടാ പോയത്? എന്താ ഫോൺ എടുക്കാത്തത്? ചെറിയൊരു പ്രശ്നമുണ്ട് അച്ഛാ. എന്തോന്ന് പ്രശ്നം? നീ എവിടാന്ന് പറ. ഞാനിപ്പോ ഹോസ്പിറ്റലിലാ. ഹോസ്പിറ്റലിൽ? എന്തു പറ്റി? ഒരു ആക്സിഡന്റ് പറ്റി. റോയൽ ഹോസ്പിറ്റലിലാണ്. ഹലോ 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 ഹലോ. ശ്ശേ, എന്താ മേരിക്ക് പറ്റിയത്? ഹലോ, എന്താ മുത്തശ്ശ? എടാ മോനെ, നീ പെട്ടെന്ന് റോയൽ ഹോസ്പിറ്റലിലേക്ക് ചെല്ലണം. മേരയ്ക്ക് എന്തോ അപകടം പറ്റി ആശുപത്രിയില്ല. അയ്യോ, എന്തു പറ്റി? മാർക്കറ്റിൽ പോയതാ അവള്. വിളിച്ചപ്പോ പറയുന്നു ആശുപത്രിയിലാണെന്ന്. അപ്പോഴത്തേക്ക് ഫോണും കട്ടായി. നീ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ചെല്ലടാ. പെട്ടെന്ന് പോടാ. ആ ശരി മുത്തശ്ശ. ഇവിടെ സഹായത്തിന് കൂടെ നിൽക്കാൻ ആരെങ്കിലും വേണ്ടേ? ഒരാളുടെ സാമീപ്യം മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അയാൾ ഇപ്പോൾ അടുത്തുണ്ട്. വേദനയുണ്ടോ? ശരീരം അനങ്ങുമ്പോ വല്ലാത്തൊരു വേദന. നിഖില. ഉം. ഹലോ, അമ്മ ഇത് എവിടെയാ? ഞാൻ ആശുപത്രിയിലാ. ഞാനും ആശുപത്രിയിലെത്തി. അമ്മ റോയൽ ഹോസ്പിറ്റലല്ലേ ഉള്ളത്? അങ്ങനെയാ മുത്തശ്ശൻ പറഞ്ഞത്. ഞാൻ ആശുപത്രിയുടെ ഫ്രണ്ടിലാ. അമ്മ ഏത് ഭാഗത്താണെന്ന് പറ, ഞാൻ അങ്ങോട്ട് വരാം. നിഖിലേ, അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് പറ. ആക്സിഡന്റ് ആയോ? എനിക്കൊന്നും പറ്റിയില്ല മോനെ. പിന്നെ എന്തിനാ ആശുപത്രി വന്നത്? അമ്മ ഏത് വാർഡിലാന്ന് പറ. നിഖിൽ, നീ ഒരു കാര്യം ചെയ്യ. നീ അവിടെ നിൽക്കും, ഞാൻ അങ്ങോട്ടേക്ക് വരാം. ദൈവമേ, നിഖിലിനോട് എന്തു പറയും? അരവിന്ദ് രാജയെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞാൽ അവൻ പ്രശ്നം ഉണ്ടാക്കും. ഞാനിപ്പോ വരാം. ഉം. ശോ, നീ ഇത്രയും പെട്ടെന്ന് വണ്ടി എടുത്തിങ്ങ് വന്നോ? പിന്നെ വരാതെ എങ്ങനെയാ? അമ്മ ഹോസ്പിറ്റലാണെന്ന് മുത്തശ്ശൻ വിളിച്ച് പറഞ്ഞപ്പോ ആകെ പേടിച്ചു പോയി. ഇവിടെ ഫോണിന് റേഞ്ച് തീരെ ഇല്ല മോനെ. ഞാൻ പറഞ്ഞു തീരുന്നതിന് മുമ്പേ കട്ടായിപ്പോയി. അമ്മയ്ക്കൊന്നും പറ്റിയില്ലല്ലോ? സത്യം പറ. തലകുറ്റി വീഴുകയോ മറ്റോ ചെയ്തോ? ഏയ് ഇല്ല. ഒരാൾക്കേ എന്റെ മുമ്പിൽ വെച്ച് ആക്സിഡന്റ് പറ്റി. കണ്ടപ്പോ വളരെ സീരിയസ് ആണെന്ന് തോന്നി. ഓ, ആളിന്റെ കൂട്ടത്തിൽ വേറെ ആരും ഇല്ലായിരുന്നു. പാവം തോന്നിയിട്ട് ഞാനും വിവരം അറിയാൻ വേണ്ടി കൂടെ പോന്നതാ. എന്തെങ്കിലും സഹായം വേണമെങ്കിലോ? അത്രേ ഉള്ളോ? ആർക്കാ അപകടം പറ്റിയത്? അത് പരിചയമുള്ള ഒരാളാ. ഫ്രണ്ടാണെന്ന് പറയാം. എന്നിട്ട് ആക്സിഡന്റ് ആയി കിടക്കുന്ന ആൾക്ക് എങ്ങനെയുണ്ട്? ഇപ്പൊ വലിയ കുഴപ്പമില്ല. ആ ശരി, ഇനി ഇവിടെ നിൽക്കണ്ടല്ലോ, നമുക്ക് വീട്ടിലോട്ട് പോവാം. വാ. കുറച്ച് പൊടിയരിക്കഞ്ഞിയാ. ഇഷ്ടമല്ലേ? മീര, എന്താ കഞ്ഞി കുടിക്കില്ലേ? എന്റെ മനസ്സെങ്ങനെ വായിച്ചേ? കുറച്ച് കഞ്ഞി കിട്ടിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. കുറച്ച് കുടിക്കൂ. ഇതാ സർ. അയ്യോ, അച്ചാറുണ്ടായിരുന്നു, ഞാൻ പക്ഷെ എടുക്കാൻ മറന്നുപോയി. സാരമില്ല. സാരമില്ല മീര,
ഒരു സ്പൂൺ കഞ്ഞി കോരിയെടുത്ത് എനിക്ക് തന്നൂടെ? പറയണോ ഇതൊക്കെ? സ്പൂണിൽ കോരിത്തരില്ലേ ഞാൻ? ഒന്ന് പറഞ്ഞൂടെ? അച്ഛൻ, ദൈവമേ. അച്ഛാ, അച്ഛാ, അച്ഛൻ ഇവിടെ? ബിപിയും ഷുഗറും ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറെ നാളായി നോക്കിയിട്ട്. വീട്ടിൽ വെച്ച് അച്ഛൻ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. പെട്ടെന്ന് തോന്നിയതാ. ആക്സിഡന്റ് ആയ ആളിനെ കാണാമെന്നായിരിക്കും മീര. എന്നോട് പറഞ്ഞതായി ഓർക്കുന്നില്ല. അതാ ചോദിച്ചത്. എന്നിട്ട് എങ്ങനുണ്ട്? കുഴപ്പമില്ല. ഓ, നന്നായി. ഒരു ഫ്രണ്ടിന് അപകടം ഉണ്ടായപ്പോ ഓടി വരാനും ക്ഷേമം അന്വേഷിക്കാനും തോന്നിയല്ലോ. നല്ല മനസ്സാ അതൊക്കെ. ആർക്കൊക്കെ എപ്പോഴാ ആക്സിഡന്റ് പറ്റുക എന്ന് ആർക്കറിയാം. ചൂടുകൊണ്ട് മാത്രം മനുഷ്യൻ ഇത്ര അങ്ങ് ക്ഷീണിക്കോ? ചേച്ചി, ആശുപത്രിയിൽ എങ്ങനെ പോയിരുന്നോ? എന്തിന്? അല്ല, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. വിമലയുടെ ചോദ്യം കേട്ടാ തോന്നുമല്ലോ ഞാനെന്തോ മറച്ചു വെക്കുന്നു. അയ്യോ അയ്യോ, അങ്ങനൊന്നുമില്ല. ചേച്ചി നിങ്ങളൊക്കെ സന്തോഷമായിട്ട് സമാധാനമായിട്ടും ജീവിക്കണം എന്നൊക്കെ തന്നെയാ എന്റെ ആഗ്രഹം. മീര അടിപൊളിയായിട്ട് ഇരുന്നാലല്ലേ എനിക്ക് വല്ലപ്പോഴും പുതിയ പുതിയ പലഹാരങ്ങൾ കഴിക്കാൻ പറ്റും. ഈ ഫ്ലാറ്റിന്റെ പാചക ദേവതയാ മീര. അപ്പൊ ഞാനോ? നീ പാചക ദേവത. ഞാനെന്നാ ചെല്ലട്ടെ. നിഖിലിന് ചായ ഇട്ട് കൊടുക്കാൻ സമയമായി. അല്ല, ഈ മീരയ്ക്ക് എന്ത് പറ്റിയതായിരിക്കും? ക്ലാര ചേച്ചി, എന്തോ രഹസ്യമില്ലേ ആ മുഖത്ത്? എനിക്കും അങ്ങനെയാ തോന്നുന്നേ. മീര എന്തോ ഒളിക്കുന്നുണ്ട്. ആ മുഖത്തെ വെളർച്ച മറ്റും കണ്ടിട്ടേ എന്തോ അസുഖമുള്ളത് പോലെയാ തോന്നുന്നേ. അസുഖമുള്ളവരെല്ലാം ആരെ അറിയിക്കാതെ മൂടി വെച്ചോണ്ട് നടക്കുവാണോ? അല്ലാതെ മീര നമ്മളുടെ അടുത്ത് എന്ത് മറച്ചു വെച്ചു? മോശമായ ഒരു സ്വഭാവമോ നടപ്പോ എടുപ്പോ ഉള്ള ആളല്ല ആ കുട്ടി. ഉച്ചത്തിൽ ഒരു ചിരിയോ വർത്തമാനമോ പോലും മീരയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അവിടെ ആ ക്ലാര ചേച്ചിക്ക് തെറ്റിയത്. ഇതുപോലെ ആരുടെയും മുഖത്ത് നോക്കാതെയും ഭൂമിക്ക് നോവാതെയും നടക്കുന്ന പല പല പാർട്ടികളെ എനിക്കറിയാം. അവരൊക്കെ മഹാപെശകായിരിക്കും. പുറമേ ശ്രീവിദ്യ, അകമേ ഷക്കീല. ഷക്കീലേ? അതൊക്കെ വിടും. അവരുടെ ഫോണേ രഹസ്യങ്ങളുടെ കലവറയായിരിക്കും. ആ ഫോണെങ്ങാനും എടുത്ത് നോക്കിയാ നമ്മളെ പോലുള്ളവരെ തല ഇറങ്ങി വീഴും. ഒന്ന് പോകച്ചേ. അങ്ങനെയുള്ള സ്വഭാവ ദൂഷ്യങ്ങളൊന്നും ഇല്ല മീരയ്ക്ക്. ആണ്ട് കിടക്കുന്നു. ഇനി അങ്ങനെ ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാലും ഞാൻ വിശ്വസിക്കയില്ല. അതെ, നിഖിൽ അന്നേരമല്ലേ വഴക്കിട്ടത്. പിന്നെ ഇത്രയും സമയം കഴിഞ്ഞു, ഒന്ന് വിളിക്കായിരുന്നു. ഇങ്ങനെ ഒരാൾ ആശുപത്രിയിൽ വികലാംഗനായി കിടക്കുന്നു ഓർമ്മ വേണ്ടേ? അതെ, കയ്യിലിരിപ്പ് നന്നാവണ്ടേ? സ്വപ്നം കണ്ടോണ്ട് മോട്ടോർ സൈക്കിൾ ഓടിച്ചാലേ ഇങ്ങനെ കിടക്കേണ്ടി വരും. ഞാൻ സ്വപ്നം കണ്ടെങ്കിൽ അതിന് കാരണം ആരാ? എനിക്കെങ്ങനെ അറിയാം? അറിയില്ലേ? എനിക്കറിയില്ല. സമ്മതിച്ചു തന്നിരിക്കുന്നു. ഞാനിപ്പോ ആലോചിക്കുന്നത് എന്താണെന്നറിയോ? മറ്റുള്ളവരാലോചിക്കുന്നത് അറിയാനുള്ള കഴിവൊന്നും എനിക്കില്ല. പറഞ്ഞാൽ അറിയാം. നേരത്തെ ആക്സിഡന്റ് ഉണ്ടാക്കി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടതായിരുന്നു. അങ്ങനെ ഇപ്പൊ ആലോചിക്കുന്നേ. അങ്ങനാണെങ്കിലേ ഇന്നത്തെ പോലെ നല്ല സുന്ദരം കഞ്ഞി കുടിക്കാമായിരുന്നു. സുന്ദരൻ കഞ്ഞിയോ? കഞ്ഞിയിലും സുന്ദരിയും സുന്ദരനും ഒക്കെ ഉണ്ടോ? ചിലരുണ്ടാക്കുമ്പോ. ഇപ്പോഴും ആ കഞ്ഞിയുടെ സ്വാദ് നാവിന്ന് പോയിട്ടില്ല. സത്യം. 4 ട്രിപ്പ് ഇടുന്നതിലും എനർജി
അത്രയും കഞ്ഞി കുടിച്ചപ്പോ എനിക്ക് കിട്ടി. എന്നാലിനി ആശുപത്രിയില് ഡ്രിപ്പിന് പകരം കഞ്ഞിയാക്കിയാലോ? പക്ഷെ അത് ഉണ്ടാക്കേണ്ട ആളിവിടെ ഇല്ലല്ലോ. ആ പിന്നെയുണ്ടല്ലോ, ഞാൻ ആശുപത്രിയിൽ വന്നിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയില്ലേ, ആ, ചെന്ന് പെട്ടത് ആരുടെ മുമ്പിലാണെന്നറിയോ? ആരുടെ? അച്ഛന്റെ. ഉണ്ണിത്ത സാറിന്റെയോ? ഉം. എന്നിട്ട് സാറെന്തിനാ ഇവിടെ വന്നത്? ഞാൻ അവിടെ ഉണ്ടെന്ന് അച്ഛൻ അറിഞ്ഞു. എങ്ങനെ? പറയാം. നിൽക്കാനും അറിയാം ഈ വിമലയ്ക്ക്. അതൊക്കെ ഒരു ഈച്ച പോലും കണ്ടുപിടിക്കില്ല. അത് ശരി. അപ്പൊ കട്ടിട്ടുമുണ്ട്, തക്കത്തിന് നിന്നിട്ടുമുണ്ട്. ഒരു ഈച്ച പോലും ഇതുവരെ കണ്ടുപിടിച്ചിട്ടുമില്ല. ഓമ്പടീ. ദേ, ഞാനൊരു താളത്തിനങ്ങ് പറഞ്ഞതാ. അത്രയ്ക്ക് വൃത്തികേടിനൊന്നും എന്നെ കിട്ടില്ല. ആട്ടെ. അതെ, ഇതിന്റെ ഇടയ്ക്ക് എന്തിനാ നീ ഈ അരവിന്ദ് രാജയെ പിടിച്ചിട്ടത്? മീര ചേച്ചിയുടെ ഫ്ളാറ്റിലോട്ട് ഒരാള് ഒളിച്ചു കയറിയെന്ന് പറയുമ്പോ അത് അരവിന്ദ് രാജയാണെന്ന് പറഞ്ഞാലേ എല്ലാവരും വിശ്വസിക്കൂ. പുള്ളിക്കാരനാണെങ്കിൽ അവിടെ പലപ്പോഴും വരുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമില്ലയോ. നമ്മള് പുറകെ നടന്ന പുള്ളി മൈൻഡ് ചെയ്യില്ല. എന്നാ പിന്നെ പുള്ളിക്ക് ഒരു ഡോസ് ഇരിക്കട്ടെ എന്ന് ഞാൻ അങ്ങ് കരുതി. എന്നാലുവേ അപ്പോഴും ഒരു ചോദ്യം ബാക്കി നിൽപ്പുണ്ട്. എന്താ? ഇരുട്ടിന്റെ മറ പറ്റി ഫ്ളാറ്റിൽ വന്നവൻ ആരാ? ആരെ കാണാൻ വന്നു? അല്ലെങ്കിൽ ആര് വിളിച്ചിട്ട് വന്നു? പിന്നെ എങ്ങോട്ട് പോയി അയാള്? അത് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചിരിക്കും ഞാൻ. എന്നാലും അതാ ഓരോ സർ, സർ, നേരം പുലർന്നൊന്നും അറിഞ്ഞില്ലേ? ഗുഡ് മോർണിംഗ്. ഇഞ്ചക്ഷൻ ഉണ്ട്, ഇടുപ്പിലെടുക്കാം. ചെറിയ വേദന ഉണ്ടാവും. വേദനയുള്ള ഇഞ്ചക്ഷനാ, ഇടുപ്പിനാ എടുക്കേണ്ടത്. അത് വേണ്ട, കയ്യില് മതി. എടുത്തോളൂ, വേദന ഉണ്ടാവില്ല. പറയാതെ എന്തിനും കൂടെ നിന്നവൾ മൊഴി മറന്നു പോയോ? ഇടനെഞ്ചിലായിരം കനവെറിഞ്ഞവൾ കഥ മറന്നു പോയോ? കരിവളകൾ അവളണിയും പ്രിയമെടുമോ കുളിരണി. അയ്യോ, ഓ